മനസ്സിന് വന്ദനം. പ്രകൃതിരമണീയമായ മണിയുന്ന ഗ്രാമം പൊൻകതിർ വീശിക്കൊണ്ട് പൊൻപുലരിയാത പൊട്ടിയുളരുന്നു. കളകളാരത്തോടെ ഒഴുകുന്ന പുഴയോരത്തെ വൃക്ഷലതാദികളിൽ നിന്നും പക്ഷികളുടെ കളകുജനം കേൾക്കാം. പുഴയുടെ ഓരം ചേർന്നുള്ള ഇടവഴിയിലൂടെ അതാ സുന്ദരിയായ പെൺകുട്ടി മന്ദം മന്ദം നടന്നു വരുന്നു. ആരോളവൾ എന്നല്ലേ പറയാ. കുസുമാനയത്തിലെ ബെന്നിയുടെയും ലാലിയുടെയും ഓമനപുത്രി സിത്താര. അതെ, ഞാനിവിടെ അവതരിപ്പിക്കുന്നു മണിയങ്കുന്നിലെ സിത്താര. വീട്ടിലും നാട്ടിലും ഓമനയായി വിദ്യാലയത്തിലെ കൺമണിയായി ആനന്ദം എല്ലാവർക്കും ഏകിയെന്നും അഭിമാനമായി അവൾ ജീവിക്കുന്നു. അതെ, സിത്താര പഠനത്തിലും സ്വഭാവത്തിലും സമർത്ഥിയാണ്. കലാകായിക മത്സരങ്ങളിൽ മികവുറ്റവൾ. അധ്യാപികർക്കോ കണ്ണിലുണ്ണി, മാതാപിതാക്കൾക്ക് പൊന്നോമന, അവിടെ ഏകപുത്രി, കൂട്ടുകാരുടെ പ്രിയങ്കരി. ഒരു ദിവസം വിദ്യാലയത്തേക്ക് പോകുന്ന വഴി ഒരു അപരിചിതനായ യുവാവ് അവളെ സമീപിച്ചു. സിത്താരെ, സ്നേഹപൂർവ്വം അവൻ അവളെ വിളിച്ചു. അറിയില്ലേ എന്നെ? ഇല്ല, എനിക്കറിയില്ല, അല്പം ശങ്കയുടെ അവൾ പറഞ്ഞു. പക്ഷേ എനിക്ക് നിന്നെ അറിയാം, ഇന്ന് നമ്മൾ പരിചയക്കാരാ. നീ വളരെ നല്ല കുട്ടിയല്ലേ? ഇതാ നിനക്കൊരു കൊച്ചു സമ്മാനം. എല്ലാവർക്കും ഇഷ്ടമുള്ള മിഠായിയാണ്, ഇത് വാങ്ങൂ. വേണ്ട, എനിക്ക് വേണ്ട, അല്പം നീരസത്തോടെ അവൾ പറഞ്ഞു. അങ്ങനെ പറയല്ലേ മോളെ, ഇത് വാങ്ങൂ, തുറന്നു നോക്കൂ, കഴിക്കണ്ട. മനസ്സില്ല മനസ്സോടെ ചിത്താരെ മിഠായി വാങ്ങി. കണ്ണഞ്ചിക്ക് നിറം വർണ്ണ കടലാസിൽ പൊന്ന മിഠായി അവൾ തുറന്നു. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ? ഇത് നീ കഴിച്ചാൽ നിനക്ക് നല്ല ആരോഗ്യവും ആനന്ദവും ലഭിക്കും. ഒന്ന് രുചിച്ച് നോക്കിയേ. അവന്റെ നിർബന്ധത്തിന് വഴങ്ങി സിത്താര ആ മിഠായി വാങ്ങിച്ചു. എന്താ, ഇഷ്ടമായോ? ഇനിയും തരാൻ കേട്ടോ. മിഠായിയുടെ സ്വാദ് ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയ സിത്താരയുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരാനന്ദം. ശരീരത്തിൽ എന്തോ ശക്തി, ഉയർന്നത് ധൈര്യം. കൂട്ടുകാരുടെ മുമ്പിൽ അവൾ താരമായി. എല്ലാവരും അവളെ വിസ്മയത്തോടെ നോക്കി. എന്ത് പറ്റി അവൾക്ക്? സ്കൂൾ വിട്ടതിന് ശേഷം കുറച്ചു സമയം അവൾ കൂട്ടുകാരോടൊപ്പം കളിച്ചിരുന്നു. പെട്ടെന്നാണ് ആ സംഭവിക്കുന്നത്. എനിക്ക് തലവേദന. സിത്താര ഉറക്ക വിളിച്ചു. അമ്മേ, ഉറക്ക വിളിച്ച് അവൾ നിലംപതിച്ചു. സിത്താരെ, സിത്താരെ എന്ന് വിളിച്ച് കൂട്ടുകാരെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവർക്ക് അതിന് കഴിഞ്ഞില്ല. ഒരാൾ ടീച്ചറിനെ വിളിക്കാനോടി, മറ്റൊരാൾ വെള്ളം എടുക്കാനോടി, ഒരാൾ അവളുടെ കൂടെ തന്നെയാണ്. അധ്യാപകരെല്ലാം ഓടിയെത്തി, വെള്ളമെടുത്തു തളിച്ചു നോക്കി, ഭീതിയോടെ എല്ലാരും ഒറ്റ നോക്കി, ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി. എന്നും 5 മണിക്കുള്ളിൽ തിരിച്ചെത്തുന്ന തന്റെ പൊന്നോമനെ കാണാതെ അമ്മ ലാലി വഴിയിലേക്ക് കണ്ണു തട്ടി നോക്കിയെന്നു. അച്ഛന് വീട്ടിലെത്തിയിട്ടില്ല. ഓരോ നിമിഷവും ഓരോ മണിക്കൂർ പോലെ പോയി. പലരോടും അവൾ ചോദിച്ചു, എന്റെ മോളെ കണ്ടോ? ഇല്ല എന്നായിരുന്നു എല്ലാവരും പറഞ്ഞത്. പെട്ടെന്നാണ് ഒരു ഓട്ടോറിക്ഷ അവളുടെ കണ്ണിൽപ്പെട്ടത്. തന്റെ വീട് ലക്ഷ്യമാക്കി അവൾ വരുന്നത്. പെട്ടെന്നെത്തി ഓട്ടോയിൽ അവൾ ഒന്നേ നോക്കിയോളൂ. സിത്താരെ താങ്ങി പിടിച്ചുകൊണ്ട് 2 അധ്യാപകന്മാർ പുറത്തിറങ്ങി. കണ്ണുകൾ തുറക്കാത്ത എന്റെ പൊന്നോമനിക്ക് എന്ത് പറ്റി? അമ്മ ലാലി ആലപ്പുറമായിട്ട് വരുന്നു. എന്റെ ദൈവമേ, എന്ത് പറ്റി എന്റെ പൊന്നുമോൾക്ക്? വീട്ടിലേക്ക് കയറിയ അധ്യാപികമാർ അവളെ ഒരു കട്ടിൽ കിടത്തി. ലാലിയുടെ ചുമരി തട്ടിക്കൊണ്ട് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അമ്മേ, കരയില്ലേ? എന്താ ഉണ്ടായെന്ന് ഞങ്ങൾ പറയാം. ഹോസ്പിറ്റലിൽ വെച്ച് അവളൊന്ന് ഛർദ്ദിച്ചു. അരുതാത്ത എന്തോ എന്ന് അവൾ വിളിച്ചിട്ടുണ്ട്. എന്താ കഴിയാൻ എത്തും പ്രശ്നം കൊടുത്തിട്ടുണ്ട്. വാടിക്കരിഞ്ഞൊരു പൂപോലെ കേടമോടെ കണ്ട് ഓവരാളെ വാടിപ്പുളർന്ന കേടുകയായി നിശ്ചലയായി
പടർന്നു. അന്തരീക്ഷം പെട്ടെന്ന് മൂകമായി. വർഗീസ് കഷ്ടപ്പെടുന്നു. മാരമായ വിഷമാണ് അവൾ വിളിക്കുന്നത്. ആദ്യത്തിന് ഛർദ്ദിച്ചതുകൊണ്ട് കാഠിന്യം കുറഞ്ഞു. എന്നാലും മരുന്ന് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 2 മണിക്കുള്ളിൽ ബോധം തെളിയുമെന്നാണ് ഡോക്ടറുടെ മറുപടി. ഞങ്ങൾ രാവിലെ ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. പിന്നെങ്ങനെയാണ് മാരമായ വിഷം അവൾ വിളിച്ചത്? സംശയം പ്രകടിപ്പിച്ചു. ഇതിനോടകം ലഹരി വിരുദ്ധ സമരം അറിയിച്ചതിനനുസരിച്ച് പോലീസുകാരും അവിടെ എത്തിച്ചു. ഇറങ്ങിയവർ കുട്ടിയുടെ എല്ലാ വിവരങ്ങളും അന്വേഷിച്ചറിഞ്ഞ് കേസ് ഫയൽ ചെയ്ത് അന്വേഷിക്കാമെന്ന് ഉറപ്പ് നൽകി അവർ തിരിച്ചുപോയി. സമയം കടന്നു. കണ്ണു പറിക്കാതെ നോക്കി നിന്നു മാതാപിതാക്കൾ ഓമനെ. വേദനയോടവർ കേടുവീണു. കണ്ണു തുറക്കെന്റെ പൊന്നുമോളെ. പൊന്നോമയുടെ മുഖത്ത് നിന്നു കണ്ണു പറിക്കാതെ ബെന്നിയും ലാലയും അവളെ നോക്കിയിരുന്നു. എല്ലാ ദൈവങ്ങളെയും വിളിച്ച് അവൾ പ്രാർത്ഥിച്ചു. പിളറി വെളുത്ത അവളുടെ കവിൾത്തറയിലൂടെ ലാലിയുടെ വിരലുകൾ മന്ദം വെച്ചു. പെട്ടെന്നാണ് സിത്താരയുടെ കൺപോളകൾ ചെല്ലാൽപകമായി. അവൾ കണ്ണുകൾ തുറന്നു. അടുത്തിരുന്ന അച്ഛൻ്റെ മുഖത്തേക്ക് അവൾ മാറി നോക്കി. അമ്മേ, മോളെ. ലാലിയുടെ ഹൃദയഭേദമായി മോളെ സിത്താരെ. ആശ്വസിച്ചുകൊണ്ട് തന്റെ ചുമലിലേക്ക് ചായ കിട്ടിയുള്ളൂ. മോൾക്കൊന്നുമില്ല. നമ്മൾ നമ്മുടെ വീട്ടിലാണ്. ദൈവം മോളെ രക്ഷിച്ചു. അച്ഛനും അമ്മയും കൈവിടാതെ തൻ കൊച്ചു സിത്താരയെ പുൽകി മാറി. ദൈവത്തിനായിരം നന്ദി ചൊല്ലാം. കൈകളിൽ താങ്ങിക്കൊണ്ടോടി മെല്ലെ. രാത്രിയായി. സിത്താരയ്ക്ക് ലഘുഭക്ഷണം നൽകി അവളെ ഉറങ്ങാൻ കഴിഞ്ഞു. അവളെ വേദനിപ്പിക്കാതിരിക്കാൻ കഴിഞ്ഞുപോയ കാര്യങ്ങളെ പറ്റി അവർ ചോദിച്ചില്ല. അടുത്ത ദിവസം അവളെ സ്കൂളിൽ വിട്ടില്ല. അന്ന് മണിയംകുന്ന് ഗ്രാമത്തിൽ ഒരു പ്രത്യേക സംഭവം അരങ്ങേറുകയായിരുന്നു. തലേ ദിവസത്തെ അനിഷ്ട സംഭവം എന്ന നാട്ടുകാർ സ്കൂൾ പരിസരത്ത് നിന്ന് കണ്ട ഒരു അപരിചിതനായ യുവാവിനെ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു. അവനെ ചോദ്യം ചെയ്തപ്പോഴാണ് സംഭവത്തിന് ചുരുളറിയുന്നത്. സിത്താരയ്ക്ക് മിഠായി നൽകിയത് മുരുകൻ എന്ന യുവാവായിരുന്നു. കഞ്ചാവ്, മയക്കുമരുന്ന്, ലഹരി വസ്തുക്കൾ അവർ അവനിൽ നിന്ന് പിടികൂടി. അതാ ബെന്നിയുടെ ഫോണിലെ ഒരു കോൾ. ഫോണെടുത്ത റേഗിന്റെ മുഖം ദുഃഖത്താലും ആനന്ദത്താലും വിവരണമായി. വിവരം പറഞ്ഞ ബെന്നി ഉറക്കം വിളിച്ചു. ലാലി, ലാലി, പിടിച്ചു, ആരെ പിടിച്ചു. ഒട്ടുമേ വൈകാതെ വന്നു ചേർന്നു പോലീസുകാർക്കൊപ്പം മുരുകനെന്ന്. ഭയത്തോടെ നോക്കി നിന്നു മാതാപിതാക്കളും കുഞ്ഞുമോളും. പോലീസുകാർ മുരുകനോട് ഒരു ചോദ്യം. ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടോന്ന്? മൗനം പാലിച്ച മുരുകന്റെ ചുമലിലേക്കൊന്ന് പെരുമാറിക്കൊണ്ട് ചോദ്യം വീണ്ടും ആവർത്തിച്ചു. ഈ കുട്ടിയെ കണ്ടിട്ടുണ്ട്? മുരുകൻ നിമിഷങ്ങൾക്കും പറഞ്ഞു. ഉണ്ട്, കണ്ടിട്ടുണ്ട്. ഇന്നലെ നീ എന്താണ് മുരുകൻ അറിയത്? മുരുകൻ പെട്ടെന്ന് പറഞ്ഞു. ലഹരി മുട്ടായി. തെളിവെടുപ്പ് പൂർത്തിയാക്കി അറസ്റ്റ് ചെയ്ത് അവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അടുത്ത ദിവസം നടന്ന സ്കൂൾ അസംബ്ലിയിൽ മാതാപിതാക്കളും നാട്ടുകാരും കുട്ടികളും ചേർന്നു ഒരു പ്രതിജ്ഞ എടുത്തു. ലഹരി വാങ്ങുകയോ വിൽക്കുകയോ കഴിക്കുകയില്ല. അവരൊരു ജാതിയായി മണിയംകുന്ന് ഗ്രാമത്തിൽ കൂടെ കടന്നുപോയി. ലഹരി വിരുദ്ധമായി തീർന്നു ഗ്രാമം. സംശുദ്ധമായി തീർന്നു കുഞ്ഞു ഗ്രാമം. എങ്ങും നിറഞ്ഞും വിളങ്ങി നിൽക്കും ശാന്തിയും ഐക്യവും ഐശ്വര്യവും. പരിചയമുള്ളവരോ പരിചയമില്ലാത്തവരോ സ്നേഹം കഴിച്ച് ഭക്ഷണ സാധനങ്ങളോ പാനീയങ്ങളോ തന്നാ അത് സ്വീകരിക്കാതെ നിരസിക്കുക. ലഹരിയില്ലാത്ത ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് അണിചേരാം. നന്ദി, നമസ്കാരം. ഒരു കാലഘട്ടത്തിൽ